ഹലോ. അപ്പം ഇന്ന് രാവിലെ അമ്പലത്തിലൊക്കെ പോയി വന്നു. അപ്പോൾ അവിടുന്ന് പ്രസാദം ഗണപതി ഹോമത്തിൻ്റെയും പ്രസാദം കിട്ടി, പായസമൊക്കെ. അപ്പം ഇന്ന് പുളിയിഞ്ചി ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് അപ്പോൾ അമ്പലത്തിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ പുളി എടുത്തിട്ട് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഏടത്തിയമ്മയും 2 പേരും കൂടെ ചേർന്നിട്ടാണ് പുളിയിഞ്ചി ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അവരൊക്കെ പച്ചമുളക് അരിയുന്നുണ്ട്, ഞാൻ ഇഞ്ചി തോലൊക്കെ കളഞ്ഞ് അവർക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയൊക്കെ പോയിട്ട് ഞാൻ പൊട്ടിച്ചുകൊണ്ട് വന്നു. അപ്പോൾ അവർ അതിൻ്റെ ഉള്ളിലൊക്കെ ഇഞ്ചി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഞാൻ അതൊരു പ്ലേറ്റിലേക്ക് വെച്ചിട്ട്, അപ്പോൾ ഞാൻ ചിപ്സും പിന്നെ നാരങ്ങ അച്ചാറും മാത്രമാണ് ഓണായിട്ട് ഇപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ ഇന്നിപ്പോൾ പുളിയിഞ്ചിയും കൊണ്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട്, അപ്പോൾ വിറകടുപ്പിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഉള്ളത്. അപ്പോൾ കടായി അടുപ്പത്ത് വെച്ച് അതിൽ 2-3 സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി 2 സ്പൂണ് കടുക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഈ ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിൻ്റെ ഇലയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഒന്ന് നല്ല വഴറ്റിയതിൻ്റെ ശേഷം, അപ്പോൾ ഞാൻ പുളി നല്ല പിഴിഞ്ഞ് എടുത്തിട്ടുണ്ട്. കുറച്ച് തിക്കായിട്ട് തന്നെയാണ് എടുത്തിരിക്കുന്നത്, കാരണം കുറേ നേരം അടുപ്പ് എല്ലാം വെക്കണ്ടേന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അത് ഇവിടുത്തെ പുളിയാണെന്ന് വെച്ചാൽ നല്ല പുളിപ്പാണ് പുളിക്ക്. എല്ലാ പുളിക്കും പുളിപ്പുണ്ടാവും, പക്ഷെ ഇത് കുറച്ച് കൂടുതൽ പുളിപ്പുണ്ട് ഇതിന്. അപ്പോൾ ഇനി അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിറയെ ഞാൻ ഉപ്പിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പുളിയിൽ, അതുകൊണ്ട് കുറച്ച് ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഇനി 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ഞാൻ ഒരു ചെറിയ കഷ്ണം കായ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ വെല്ലം കുറച്ച് നിറയെ ഇട്ടിട്ടുണ്ട് കേട്ടോ. വേണം ഇപ്പോൾ കുറച്ച് പുളിപ്പ് കൂടുതലായ കാരണം കൊണ്ടേ ഇതൊരു കഷ്ണം കായം കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറേ പുളിയിഞ്ചിക്ക് എപ്പോഴൊക്കെയാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് കാരണം അപ്പോൾ നമ്മൾ ഇത് നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇനി കുറച്ച് ഉഴുന്നും എള്ളും കൂടെ വറുത്ത് പൊടിച്ചിട്ടുണ്ട്. അപ്പോൾ അതും ഇതിലേക്ക് ഇട്ട് കൊടുത്ത്, അത് ഇനി കുറച്ചും കൂടെ ഒരു തിക്കായിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് രണ്ടും പൊടിച്ച് ഇടുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇനി കറിവേപ്പിലയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മളുടെ പുളിയിഞ്ചി, ഓണത്തിനുള്ള പുളിയിഞ്ചി റെഡിയായി. അപ്പോൾ അച്ചാറും പുളിയിഞ്ചിയും ചിപ്സും റെഡിയായി കഴിഞ്ഞ് ഇനി ബാക്കിയുള്ള മറ്റ് സാധനങ്ങളെല്ലാം ഉണ്ടാക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതേമാതിരിയുള്ള വീഡിയോകളായിട്ട് വരാം. ഇഷ്ടമായി എന്നെ ഫോളോ ചെയ്യണേ. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.